നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മുതോൾഹണ്ടിൻ്റെ ചെക്കനെ കാണിച്ചപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സർപ്രൈസ് വിത്തുകളാണ്. നമ്മുടെ മുതോൾഹണ്ടിൻ്റെ പെൺപിള്ളാരാണ് രണ്ടുപേരും. ഇവള് ചേട്ടത്തി, ഇവൾ അനിയത്തി. അവരമ്മയ്ക്കുണ്ടായ മക്കളാണ് കേട്ടോ. ഇത്രയും കാലം എന്താ കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ സർപ്രൈസായിട്ടിരിക്കട്ടെ എന്ന് തന്നെ ഞാനും വിചാരിച്ചു. പിള്ളേർ ഇച്ചിരി ഗുമ്മായിട്ടൊക്കെ വരട്ടെന്ന് വിചാരിച്ചു. പിള്ളേർ 4 മാസം ആയ പിള്ളേരാണ്. അപ്പോൾ പിള്ളേർ എന്നോട് പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം ലാഹയ്ക്ക് പോയി വീഡിയോ ഒക്കെ അങ്ങ് എടുത്തേക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് കൊതിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കളറിനാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഉള്ളത്. ഞങ്ങൾ പുലിവര എന്ന് പറയും, ഞങ്ങളുടെ കളർ ടൈഗർ പ്രിൻ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആഗ്രഹിക്കാത്ത ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ സർപ്രൈസായിട്ട് കൊണ്ട് കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ പുലിവര പെൺപിള്ളേരെന്നാണ് ഞങ്ങളെ അറിയപ്പെടുന്നത് കേട്ടോ. ഞങ്ങളെ 4 മാസത്തിൻ്റെ വളർച്ചയല്ലെന്ന് ഈ പെൺപിള്ളേർ രണ്ടും കൂടെ എന്നോട് പറഞ്ഞേക്കുന്നത്. ഞങ്ങളിങ്ങനെ വലിയ പിള്ളേരായതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലെ ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് സപ്ലിമെൻറ്റ്സും മുട്ടയൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് ചിക്കനും ചോറുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നിങ്ങളുണ്ടാക്കി തരുന്ന സാമ്പാറും ചോറും തിന്നാൻ ഞങ്ങൾ തയ്യാറായിട്ടുള്ളവരൊക്കെയാണ്. ഇവർക്ക് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം വരും. ഇവർ വേട്ടനായ ഇനത്തിൽപ്പെട്ട ആൾക്കാരല്ലേ. അപ്പോൾ ഇവരുടെ കാലിൻ്റെയൊക്കെ ബലത്തിനൊക്കെ നമുക്ക് സപ്ലിമെൻറ്റ്സ് കൊടുത്തേ പറ്റൂ, എല്ലിൻ്റെ വളർച്ചയ്ക്കൊക്കെ. അതുപോലെ തന്നെ ഇവന്മാരെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന ആൾക്കാരല്ല. ഇവന്മാരെ അഴിച്ചു വിട്ട് തന്നെ വളർത്തേണ്ട ആളാണ്. എന്നാന്ന് വെച്ചാൽ ഇതുപോലെ എക്സസൈസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അവൻ്റെ കണ്ണിലും കാലിൻ്റെയൊക്കെ ആ മസിലൊക്കെ കണ്ടോ? ഇതാണ് ആരോഗ്യമുള്ളൊരു നായയുടെ ലക്ഷണം. അത്യാവശ്യം നമ്മൾ എക്സസൈസ് അത്യാവശ്യം ഇടുമ്പോൾ നല്ല രീതിയിൽ അഴിച്ചിട്ട് നടത്തണം. പിന്നെ ഇവന്മാർക്ക് നല്ല വലിപ്പം വെക്കും. 4 മാസം ആയതേ ഉള്ളൂ. ഇതിലും വലിപ്പവും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അഴിച്ചു വിട്ട് തന്നെ ഇവന്മാരെ വളർത്തണമെന്ന്. പിന്നെ ഞങ്ങളുടെ പിള്ളേർ ഇവരുടെ ശരീരഘടനയൊക്കെ കണ്ടിട്ട് ചിലർക്ക് ഇനിയും പറയാം ആപ്പയുപ്പ സാധനമാണ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇന്ത്യൻ പാരാഫോഴ്സിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുള്ളവരാണ് ഇവരുടെ കുടുംബക്കാരെല്ലാം. നല്ല ബുദ്ധിശക്തിയൊക്കെയുള്ള ആൾക്കാരാണ്. ആക്രമിക്കണമെന്ന് തോന്നി ഇവരെ ആക്രമിച്ചിട്ടേ വിടത്തുള്ളൂ.